അങ്ങനെ മൈ ഫസ്റ്റ് സോളോ ട്രിപ്പ് അഗെയിൻ എന്ന് പറയുമ്പോൾ മൈ ഫസ്റ്റ് എവർ ഒന്നുമല്ല, ബട്ട് മൈ ഫസ്റ്റ് ഇൻ എ വെരി ലോങ് ടൈം. ശരിക്കും പറഞ്ഞാൽ ദ ഫസ്റ്റ് വൺ ആഫ്റ്റർ ലൂസിങ് മൈ സെൽഫ് സംവെയർ ബിറ്റ്വീൻ ദ റെസ്പോൺസിബിലിറ്റീസ്, പെയിൻ ആൻഡ് ഗ്രോയിങ് അപ്പ്. കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് തന്നെ ഒന്ന് പുറത്തു പോകാൻ, അതായത് അടുത്തുള്ള കടയിൽ നിന്ന് ഒരു ചെറിയ മിൽക്ക് പാക്കറ്റ് വാങ്ങണമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ നെഞ്ചെടുപ്പ് കൂടാൻ തുടങ്ങും. കാരണം ഈ പറഞ്ഞ വർഷങ്ങളിലൊക്കെ ലൈഫ് ഹാസൻ ബീൻ വെരി കൈൻഡ്. അതായത് ബാക്ക് ടു ബാക്ക് ഉള്ള അൺഫോർച്ചുനേറ്റ് ട്രാജഡീസ്, ഹെൽത്ത് ഇഷ്യൂസ്, ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് വന്നപ്പോൾ ഐ കൈൻഡ് ഓഫ് ലോസ്റ്റ് കോൺഫിഡൻസ് ഇൻ മൈ സെൽഫ്. മേ ബി എൻ്റെ ബോഡി ഇങ്ങനെ ചേഞ്ച് ആയതായിരിക്കാം, അല്ലെങ്കിൽ ലൈഫിലൊന്നും പോസിറ്റീവായിട്ട് നടക്കാതിരിക്കുമ്പോൾ ചുറ്റുമുള്ളതിനെയൊക്കെ ഒരു ഭയത്തോടെ കാണുമെന്ന് പറയില്ലേ, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഞാനില്ലേ ഈ ഡാർക്ക് ഫേസിന് മുന്നേ ഒരു ഫോണും പേഴ്സും ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും ചുറ്റിക്കറങ്ങുന്ന ഒരാളായിരുന്നു. ദാറ്റ് മെയ്ഡ് മീ ഫീൽ ഫ്രീ, അലൈവ് ആൻഡ് കോൺഫിഡൻറ്റ്. അപ്പോൾ പണ്ട് എഫർട്ട്ലെസ് ആയിട്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും എനിക്കിപ്പോൾ ബാലികേറാ മലയാണ്. ഈ കോഴിക്കോട് കുറച്ച് മണിക്കൂറുകൾ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്ന ഈ ഒരു കുഞ്ഞു ട്രിപ്പ് പഴയ എനിക്ക് വളരെ ഒരു സില്ലി ആയിട്ടുള്ള കാര്യമാണ്. ഇത് കാണുന്ന നിങ്ങളിൽ പലർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കുഞ്ഞ് സ്റ്റെപ്പ്, ആ ഒരു കുഞ്ഞ് പുഷ് എനിക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ആ പഴയ എന്നെ കണ്ടെത്താനായിട്ട്. അതായത് ഈ ഒരു പ്ലേസസ് ഞാൻ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുന്ന മാത്രമല്ല, ഐ എം റിയലി ട്രാവലിംഗ് ബാക്ക് ടു മൈ സെൽഫ് ഓൾസോ. മേ ബി ഞാനൊരു ഹീൽഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടായിരിക്കും ആ ഒരു ചെറിയ പുഷ് കൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ ഇതുപോലും ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ പെട്ടെന്ന് ചടപടയെ പോയി എല്ലാം ചെയ്യണമെന്ന് പറയില്ല. ബിക്കോസ് വി ഹീൽ ഡിഫറെൻ്റ്ലി ആൻഡ് സ്റ്റാർട്ട് ഡിഫറെൻ്റ്ലി ആൻഡ് ദാറ്റ്സ് ഓക്കെ. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും എന്നെ പോലുള്ളൊരു സ്പേസിലാണെങ്കിൽ മേ ബി വൺ ഡേ തിങ്സ് വിൽ സ്റ്റാർട്ട് ടു കം നാച്ചുറലി അഗെയിൻ ഫോർ us. Maybe one day you will find yourself back too.